പ്രേക്ഷകരെ ഇന്ന് കൊച്ചിക്കാർക്ക് കുറച്ച് സന്തോഷം കൂടുന്നൊരു ദിവസമാണ്. കാരണം കൊച്ചി വാട്ടർ മെട്രോ പുതിയ റൂട്ടും ടെർമിനലും ഒക്കെ ഇന്ന് പൊതുജനങ്ങൾക്കായി തുറന്നു നൽകുന്ന ദിവസമാണ്. ഹൈക്കോർട്ടിൽ നിന്ന് വെല്ലിംഗ്ടൺ ഐലൻഡ് വഴി മട്ടാഞ്ചേരിയിലേക്കുള്ള വാട്ടർ മെട്രോയുടെ യാത്ര കൊച്ചിയിലെത്തുന്ന സഞ്ചാരികൾക്ക് ഒരു നല്ല അനുഭവമായിരിക്കും. സഹിൻ ആന്റണി നേരൊക്കെ റിപ്പോർട്ട് കാണാം. ഞാനിപ്പോൾ ഉള്ളത് മട്ടാഞ്ചേരിയിലെ വാട്ടർ മെട്രോ ടെർമിനലിന് മുന്നിലാണ്. ഈ ടെർമിനലിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ടെർമിനൽ പൂർണ്ണമായിട്ടും വെള്ളത്തിലാണ് ഈ ടെർമിനൽ പണിതിരിക്കുന്നത്. കാണാം, 8000 ചതുരശ്ര അടിയിൽ വെള്ളത്തിൽ പണിതിരിക്കുന്ന ഒരു ടെർമിനൽ എന്ന ഒരു പ്രത്യേകത കൂടി മട്ടാഞ്ചേരി ടെർമിനലുണ്ട്. ഒപ്പം തന്നെ ഈ ടെർമിനലിൽ വന്ന് നിൽക്കുന്ന സ്ഥലമാകട്ടെ മട്ടാഞ്ചേരിയിലെ പൈതൃക നഗരം ആയിട്ടുള്ള മട്ടാഞ്ചേരിയിലെ ഏറ്റവും ഹൃദയഭാഗത്താണ് ഈ ടെർമിനൽ വന്ന് നിൽക്കുന്നത്. ഇവിടെ നിന്ന് ഇറങ്ങിയാൽ തൊട്ട് മുന്നിലായി കാണുന്നത് ഡച്ച് പാലസാണ്. മാത്രമല്ല ജൂത തെരുവുണ്ട്, ജൂത പള്ളിയുണ്ട്. അങ്ങനെ പല ഭാഗങ്ങളിൽ നമുക്ക് ഈ ടെർമിനലിന്റെ അകഭാഗം ഒന്ന് കാണാം. ഇങ്ങനെയാണ് അകത്തേക്ക് കയറുന്നത്. ഇവിടെ വന്ന് ടിക്കറ്റ് എടുക്കണം. ഈ കാണുന്ന ഭാഗത്താണ് ടിക്കറ്റ് എടുക്കേണ്ടത്. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്നും ആളുകൾക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാം. പിന്നീട് 2 ഭാഗങ്ങളിലാണ് ഉള്ളത്. ഒന്ന് യാത്ര കഴിഞ്ഞു വരുന്ന ബോട്ടുകൾ നിൽക്കുന്ന ഭാഗവും മറ്റൊന്ന് പുതു യാത്രക്കാർ പോകേണ്ട ബോട്ടുകളുള്ള ഭാഗവുമാണ്. അങ്ങനെ 2 ഭാഗമാണുള്ളത്. ആ 2 ഭാഗവും നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇതാണ് പുതുതായി യാത്ര ചെയ്യുന്ന ആളുകളുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത്. സാറേ, എങ്ങനെയുണ്ട്? എത്ര ടെർമിനലുകൾ നമുക്കിപ്പോൾ ആയിട്ടുണ്ട് വാട്ടർ മെട്രോ? 10 ആയിട്ടുണ്ടല്ലേ? സാറേ, എങ്ങനെയാണ്? പുതിയ ബോട്ടുകളുണ്ടോ? ബോട്ടുകളുടെ എണ്ണം കൂട്ടിയിട്ടുണ്ടോ? 4 ബോട്ടുകളുണ്ട്. 4 ബോട്ടുകളല്ലേ? അപ്പൊ എത്ര സമയം എടുക്കും സാറേ നമ്മൾക്ക് ബോട്ട് ജെട്ടി നിങ്ങളുടെയൊക്കെ എത്താനായിട്ട്? 25 മിനിറ്റ്സ് എടുക്കും. 25 മിനിറ്റ്സ് മതി. കൊച്ചിയുടെ ഏറ്റവും മനോഹരമായ ഭാഗത്തൂടെ യാത്ര ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഈ ടെർമിനലിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. കായൽ കാഴ്ചകളെല്ലാം കണ്ട് ആ കായൽ കാഴ്ചകൾ കാണുമ്പോൾ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിമനോഹരമായ ഭാഗമാണ് കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം. ഇതാണ്, ഇവിടെ നിന്നാണ് പുതു ബോട്ടുകളിലേക്ക് ആളുകൾ കയറുന്ന ഭാഗമാണിത്. തൊട്ടടുത്തായിട്ട് ആളുകൾ ഇറങ്ങുന്ന ഭാഗമുണ്ട്. അങ്ങനെ 2 ഭാഗങ്ങളിലേക്കാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വാട്ടർ മെട്രോ കൊച്ചി നഗരത്തെ സംബന്ധിച്ചിടത്തോളം വാട്ടർ മെട്രോ ആവശ്യമായിരുന്നു. പഴയ KSRTC ബോട്ട് ജെട്ടിയുടെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് വാട്ടർ മെട്രോയുടെയും ബോട്ട് ജെട്ടി ആയിട്ടുള്ളത്. കാണുന്നതാണ് KSRTCയുടെ ബോട്ടുകൾ നിർത്തുന്ന ജെട്ടി എന്ന് പറയുന്നത്. അതിന് തൊട്ടടുത്ത് തന്നെയാണ് വാട്ടർ മെട്രോയുടെ ബോട്ട് ജെട്ടി പുതുതായി വന്നിരിക്കുന്നത്. 8000 ചതുരശ്ര അടിയിലുള്ള വലിയ ബോട്ട് ജെട്ടി എന്നുള്ളത് തന്നെയാണ്. ഇതാണ് വാട്ടർ മെട്രോയുടെ ഉൾവശം. എല്ലാവരും കൊച്ചിയിലെത്തുന്ന എല്ലാവരും യാത്ര ചെയ്യേണ്ട ഒരു സംവിധാനം കൂടിയാണ് വാട്ടർ മെട്രോ. കാരണം അതിമനോഹരമായ കാഴ്ചകളാണ്. ഇങ്ങനെ വശങ്ങളിലേക്ക് ഇരുന്ന് ഏറ്റവും മനോഹരമായ കാഴ്ച കണ്ട് കൃത്യമായി ആളുകൾക്ക് പോകാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും മനോഹരമായ കാഴ്ച. കൊച്ചിയിലെ തന്നെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിലൊന്നാണ്. കൊച്ചി നമ്മളൊക്കെ സന്ദർശിക്കുകയാണെങ്കിൽ വാട്ടർ മെട്രോയിലൊന്ന് യാത്ര ചെയ്യണം. അതിമനോഹരമായ കാഴ്ച. 12 ടെർമിനലുകൾ വാട്ടർ മെട്രോയ്ക്ക് പുതുതായി വന്നിട്ടുണ്ട്. ആ 12 ടെർമിനലിലൂടെയും യാത്ര ചെയ്യണം നിങ്ങളെല്ലാവരും. ഒപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 8000 ചതുരശ്ര അടിയിലുള്ള ഒരു അതിമനോഹരമായ ടെർമിനൽ. ഇനിയും വാട്ടർ മെട്രോ കൂടുതൽ ടെർമിനലുകൾ കൊണ്ടുവരും. അങ്ങനെ കൊച്ചി നഗരത്തെ പൂർണ്ണമായും ആസ്വദിക്കാൻ വാട്ടർ മെട്രോയിലൂടെ നമുക്ക് കഴിയുമെന്നുള്ളതാണ്. ഇതൊരു വലിയ അനുഭവം തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ സഹിൻ ആന്റണിയാണ് വിവരങ്ങളൊക്കെ നൽകിയത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കൊച്ചിക്കാർക്ക് ഒത്തിരി സന്തോഷമായി കാണുമല്ലോ അല്ലേ? കൊച്ചി കാണാൻ വരുന്നവർ വാട്ടർ മെട്രോ കാണാതെ പോകരുത്. അത് അത്രയും മനോഹരമായ ഒരു യാത്രാ അനുഭവം തന്നെയായിരിക്കും. നമുക്ക്